എക്സ്റ്റീരിയർ ഡിസൈനിങ്ങും ഇന്റീരിയർ ഡിസൈനിങ്ങും വളരെയധികം ബ്യൂട്ടിഫുൾ ആയി തന്നെ നിർമ്മിച്ച ഒരു മുട്ടായി പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അടിപൊളി 5 BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഡിസൈനിങ്ങിൽ മാത്രമല്ല വീടിനുള്ളിലെ ഓരോ മോഡൽ ഫീച്ചേഴ്സും ഹൈ ബിൽഡ് ക്വാളിറ്റി നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് പറയുന്നതിനായി വീഡിയോ മുഴുവനെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പിടാരം എന്ന സ്ഥലത്ത് വളരെ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ പുറമെ നിന്നും കാണാൻ കഴിയുന്നത് പോലെ തീർത്തും ലക്ഷറിയസ് ആയ ലുക്കിൽ തന്നെയാണ് വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. പിടാരത്തിന്റെയും കുണ്ടവൻ ഭാഗത്തിന്റെയും ഇടയിലായിട്ടാണ് വീടിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. വിശാലമായ മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് 10 മീറ്റർ അകത്തോട്ട് സഞ്ചരിച്ചാൽ ഈ വീടിലേക്ക് എത്താൻ കഴിയും. ആ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കേരള സ്റ്റൈൽ ടച്ച് കൂടെ നിലനിർത്താൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഒരുപാട് വീടുകൾ അടങ്ങുന്ന ഒരു മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം മനോഹരമായ വീടുകളും VIP ഒക്യുപ്പൻസും ഒക്കെ അടങ്ങുന്ന ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ വളരെ പീസ്ഫുള്ളായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. വളരെ പീസ്ഫുള്ളായി ഗ്രീനറി ഒക്കെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണിത്. ആദ്യമേ തന്നെ വീടിന് മുന്നിൽ വിശാലമായ ഒരു സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഒരു ഫ്രണ്ട് യാർഡ് ഏരിയ തന്നെ കാണാൻ സാധിക്കും. 2 വലിയ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു കോർണറിലെ ഒരു കാർ പോർച്ച് ഏരിയയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. GI സ്ക്വയർ ട്യൂബിലും ടഫ് ഗ്ലാസിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുറ്റം മുതൽ തന്നെ വീടിന്റെ ആ ഒരു പ്രീമിയം ലുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു വിശാലമായ സിറ്റ് ഔട്ട് ഏരിയയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ ചെടികളൊക്കെ വെച്ചുപിടിപ്പിക്കാൻ കഴിയുന്ന സ്പേസും കൊടുത്തിട്ടുണ്ട്. വിശാലമായ സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഏരിയ മുതൽ തന്നെ സീലിംഗിലെ ഫോൾ സീലിംഗ് ഡിസൈൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിമ്പിൾ ആൻഡ് എലിഗന്റ് മെയിൻ ഫ്രണ്ട് ഡോറോട് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഹാളിൽ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലുപരി ധാരാളം മോഡേൺ അമ്യൂണിറ്റീസും അട്രാക്റ്റീവ് ഫീച്ചേഴ്സും ഒക്കെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 5 ബെഡ്റൂം വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ടെന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് സ്പേസ് ഏരിയയാണ്. കാണുന്നത് പോലെ തീർത്തും അട്രാക്റ്റീവും സ്പേഷ്യസുമായി തന്നെയാണ് ഈ ഒരു സ്പേസ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഏകദേശം 16x14 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗിൽ കാണുന്നത് പോലെ കജാരിയുടെ വിട്രിഫൈഡ് ടൈൽസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രീമിയം ലുക്കിൽ ഹയസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ച ഒരു വീടാണെന്ന് തന്നെ പറയാൻ കഴിയും. ഇനി ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴി സ്റ്റെയർകേസിന് തൊട്ട് താഴെ ഒരു വാട്ടർഫോൾ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനുള്ളിലെ ഏറ്റവും വലിയൊരു ഇന്റീരിയർ ഡെക്കറേഷൻ അട്രാക്ഷൻ എന്ന് തന്നെ പറയാൻ കഴിയും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, തികച്ചും റിയലിസ്റ്റിക് ആയി ലൈറ്റ് ഒക്കെ വെച്ച് ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചുകൊണ്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് പറയാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സ്പേസ് ആണ് വീടിന്റെ ഡൈനിങ് ഏരിയ. ഇവിടെയും അതിമനോഹരമായി തന്നെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ ഫ്ലോർ ഏരിയ മാത്രം ഏകദേശം 12x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ഒരുക്കിയിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയി വലിയൊരു 10 സീറ്റർ ഡൈനിങ് ടേബിൾ തന്നെ ഇടാൻ കഴിയുന്ന സ്പേസ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഏരിയ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ആരെയും അട്രാക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് സീലിംഗിൽ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻസ്. GI സ്ക്വയർ ട്യൂബിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. വീടിനുള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയാത്ത പൊസിഷനിലായി ഇവിടെ തന്നെയാണ് വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിൽ നിന്നും കാണാൻ കഴിയുന്ന ഈ ഒരു പോർഷനാണ് വീടിന്റെ ആ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചൺ. അതിലേക്ക് പോകുന്നതിന് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസും ഒന്ന് കാണാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തേതും സ്പേഷ്യസുമായ ബെഡ്റൂം. 5 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2ഉം ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസുമാണ് വീടിന് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. അതിൽ തന്നെ 4 ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് അവൈലബിൾ ആണ്. ഈ ഒരു തികച്ച സ്പേഷ്യസ് ആയ ബെഡ്റൂം ഏകദേശം 13x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. വീടിനുള്ളിലെ 4 ബാത്റൂംസും ഈ കാണുന്ന ബാത്റൂമിന് സിമിലർ തന്നെയാണ്. എല്ലാ തരത്തിലുമുള്ള മോഡേൺ ഫിറ്റിംഗ്സും ബാത്റൂംസിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തര സാനിറ്ററി ഫിക്ചേഴ്സിനും സെറ ബ്രാൻഡഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ കാണാൻ കഴിയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ 2ാമത്തെ ബെഡ്റൂമാണ്. ആദ്യത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണെന്ന് തന്നെ പറയാൻ കഴിയും. എന്നാലും ഏകദേശം 10x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തത്. ഇനി ഈ ബെഡ്റൂമിന്റെ മറ്റൊരു ഫീച്ചർ എന്നത് മുറ്റത്തിലെ കാർ പോർച്ചിലേക്ക് വലിയൊരു വ്യൂ തന്നെ ലഭിക്കുന്ന ജനാല തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വീടിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും തികച്ചും അട്രാക്റ്റീവുമായി നിർമ്മിച്ച ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ഒരു മോഡേൺ ഓപ്പൺ കിച്ചൺ ആണ്. കിച്ചന്റെ സെൻട്രലായി തന്നെ ഒരു 3 ബർണർ കുക്ക് ടോപ്പ് ഒരു ഐലൻഡ് മോഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ സ്മോക്ക് എക്സ്ട്രാക്ഷൻ ആയിട്ടുള്ള ചിമ്മിനിയും കാണാൻ കഴിയും. പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു മൾട്ടിപർപ്പസ് സിങ്ക്. ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ഒക്കെ വൈറലായ ആ ഒരു സിങ്കാണിത്. ഇവിടെ വെച്ച് തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനോ കഴുകാനോ പലതരത്തിലുള്ള വാഷിംഗ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരു സിങ്കാണിത്. ഈ പലതരം ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ട് ഓവർ ഷാഡോ ചെയ്ത് പോയ മറ്റൊരു കാര്യമാണ് തികച്ചും പ്രീമിയം ലുക്കിൽ തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കിച്ചൺ ക്യാബിനറ്റ്സ്. മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോറേജ് ഓപ്ഷനായി നൽകിയിരിക്കുന്ന ഈ ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ കിച്ചന്റെ ബ്യൂട്ടി ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും.
ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു വർക്ക് ഏരിയ കൂടെ കാണാൻ കഴിയും. ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും സ്റ്റോറേജ് ഓഫീസിനുള്ള ക്യാബിനറ്റ്സും ഒക്കെ തന്നെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം ധാരാളം സ്റ്റോറേജ് സ്പേസസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് വീടിന്റെ ബാക്ക് യാർഡ് ഏരിയയിലേക്കാണ്. ഈ ഒരു ബാക്ക് യാർഡ് ഏരിയ ഫുള്ളി ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. കാണാൻ കഴിയുന്നത് പോലെ വീടിന്റെ ചുറ്റുമുള്ള സ്പേസും ഇന്റർലോക്കിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ തന്നെ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണറും വാഷിംഗ് ഏരിയയും പ്ലാന്റേഷൻസ് ഓർ ഗാർഡനിങ് സ്പേസസ് ഒക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. LPG സിലിണ്ടേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന കേജസും അവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീടിനുള്ളിൽ വളരെ മനോഹരമായ ഒരു അട്രാക്ഷനായി ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുന്നത്. കയറി പോകുന്ന ഈ ഒരു സ്പേസ് മുഴുവനായി LED സ്ട്രിപ്പ് ലൈറ്റ്സും മറ്റ് ഡെക്കറേഷൻസും ഒക്കെ വെച്ച് ഇലൂമിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ ഡിസൈനർ ഹാങ്ങിംഗ് ലൈറ്റ്സും വോൾസിലേക്ക് ഡെക്കറേറ്റീവ് ഹാങ്ങിങ്സും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ്. കാണാൻ കഴിയുന്നത് പോലെ തന്നെ വളരെ നല്ലൊരു സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് കഴിയുന്ന സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസ് 2 ബാൽക്കണികളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സിറ്റിംഗ് ഏരിയ മാത്രം ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വലിയൊരു വിൻഡോ തന്നെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈവനിംഗ് ടൈമിലൊക്കെ ഒരു ഗോൾഡൻ ബ്യൂട്ടിഫുൾ സൺലൈറ്റ് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫാമിലീസും ഒക്കെ ഒരു ചായക്ക് കുടിക്കാനും പറ്റിയൊരു സ്പോട്ടാണിത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ പ്രത്യേകത എന്നത് ഇതിനൊരു ഇൻഡിവിജ്വൽ ബാൽക്കണി തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണാം, വീടിനുള്ളിൽ 2 ബെഡ്റൂംസ് ഒഴിച്ച് ബാക്കി എല്ലാ ബെഡ്റൂംസും വ്യത്യസ്തമായി തന്നെയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും പുറകുവശത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലെ വ്യൂ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സ്പേസും വേസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പിടാരം എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പിടാരത്തിനും കുണ്ടവൻ ഭാഗത്തിനും ഇടയിൽ വരുന്ന ഒരു സ്പേസ് ആണ് വീടിന്റെ പ്രോപ്പർ ലൊക്കേഷൻ. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാർ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ ജസ്റ്റ് ഒരു 10 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അവിടെ നിന്നും കുറച്ച് നടത്തേക്ക് പോയാൽ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ കഴിയും. തിരുവനന്തപുരം സിറ്റി ബോർഡറായ കുണ്ടവൻ ഭാഗം എന്ന് പറയുന്ന ലൊക്കേഷൻ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രം സിറ്റി ബോർഡറിലേക്ക് ഈസിലി ആക്സസിബിൾ ആയതുപോലെ നോയ്സും പൊല്യൂഷൻസും ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ പീസ്ഫുൾ ആയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ വീട്. 4.25 സെന്റ് സ്ഥലത്തിൽ 2200 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 5 ബെഡ്റൂംസ് 4 അറ്റാച്ച്ഡ് ബാത്റൂംസ് 2 ബാൽക്കണികളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ വളരെ പീസ്ഫുൾ ആയ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി ലൊക്കേഷനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയി നിർമ്മിച്ചിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തികച്ചും അട്രാക്റ്റീവായ ഇന്റീരിയർ ഡിസൈനിങ്ങും എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലും ഹൈയസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ വീട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്ചേഴ്സിനും ഒക്കെ സെറയും ഇലക്ട്രിക്കൽ ലൈൻസിനൊക്കെ വി ഗാർഡും ഹാവൽസും കജാരിയുടെ വിട്രിഫൈഡ് ടൈൽസും മറ്റ് ഹൈയസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസും തന്നെയാണ് വീട് നിർമ്മിക്കുന്നതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ കാണുന്ന സ്റ്റെയർ കേസ് ഏരിയയിലൂടെയാണ് ടെറസ് ഫ്ലോറിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈവനിംഗ് ടൈമിൽ ടെറസ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. കാണുന്നത് പോലെ തീർത്തും പ്ലസന്റ് ആയ ഒരു വിഷ്വല് തന്നെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയറിൽ എടുത്ത് കാണിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ഏറ്റവും വലിയ ബാൽക്കണിയാണ്. കാണുന്നത് പോലെ ഒരു സ്ലാൻഡിംഗ് റൂഫ് മോഡലിലാണ് ഈ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം ചുറ്റുപാടുമൊക്കെ GA സ്ക്വയർ ട്യൂബ്സും ലൈറ്റ്സും ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പീസ്ഫുള്ളും നാച്ചുറൽ ഫ്രണ്ട്ലിയുമായ ലൊക്കേഷനിൽ 4.25 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 5 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും 2 ബാൽക്കണികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ ഒരു 5 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 1,10,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീട് വാങ്ങുന്നതിനും മറ്റ് ഡീറ്റെയിൽസിനും ഒക്കെയായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.